എല്ലാവർക്കും 90s വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒളിമ്പസ് എന്ന കമ്പനിയുടെ S802 എന്ന് പറയുന്ന മൈക്രോ കാസറ്റ് റെക്കോർഡറാണ് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. മൈക്രോ കാസറ്റ് റെക്കോർഡർ എത്ര ചെറുതാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് കാസറ്റും, പഴയ കാസറ്റും നമ്മുടെ മൈക്രോ കാസറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടിൻ്റെയും ട്രേസ് വിഡ്ത്ത് സെയിം ആണ്, പക്ഷേ അതിൻ്റെ കാസറ്റ് സൈസ് വളരെ ചെറുതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനിൽ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് രണ്ട് AAA ബാറ്ററി ഉപയോഗിച്ച് നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ബാറ്ററിയിലാണ് ഇത് വർക്കാവുന്നത്. നമ്മൾ ജസ്റ്റ് കാസറ്റ് ഒന്ന് പുറത്തെടുത്തിട്ട് നമ്മളതിൻ്റെ ബാറ്ററി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ബാറ്ററിയുടെ പൊളാരിറ്റി രണ്ടും ഒരേ സൈഡിലാണ് വരുന്നത്, രണ്ടും പ്ലസ് ഈ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മളത് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് തിരിയുന്നുണ്ട്, അതിൻ്റെ റോളർ തിരിയുന്നുണ്ട്, റോളറല്ല അതിൻ്റെ വീൽ തിരിയുന്നുണ്ട്. അത് സ്റ്റോപ്പ് കണ്ടീഷനിലായിരുന്നു, ഞാനത് പ്ലേയിലേക്ക് മാറ്റി. ഞാൻ ഓരോ ബട്ടൺസും പ്രോപ്പറായി വർക്കാവുമെന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇനി സ്റ്റോപ്പ് കണ്ടീഷനിലാണ്, പക്ഷേ എങ്കിലും ആ വീൽ തിരിയുന്നുണ്ടായിരുന്നു. ഇനി അതിനെ നമ്മൾ പ്ലേയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്ലേയിലേക്ക് മാറ്റുമ്പം അതിൻ്റെ ശബ്ദം കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, ഒരു ഹമ്മിങ് ആണ് ലഭിക്കുന്നത്. ടേപ്പിൻ്റെ ശബ്ദമല്ല, മറ്റെന്തോ ശബ്ദമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി ആ കാസറ്റിൻ്റെ റോളറിൻ്റെ സൈഡിലുള്ള ഒരു അലുമിനിയം ഷീറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച എങ്ങനെയാണ്? നമ്മളതിൻ്റെ റോളറും പിഞ്ച് റോളറും മറ്റു ഗിയറും ഒക്കെ നമുക്ക് വളരെ മൈക്രോ ആയിട്ട് കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഫങ്ഷൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി രണ്ട് ബാറ്ററി ഇട്ടിട്ട് നമുക്കതിനെ ജസ്റ്റ് പ്ലേയിലേക്ക് കൊടുത്ത് നോക്കുകയാണ്. ഓക്കെ, നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളതിനെ കാസറ്റിന് റോൾ ചെയ്യുന്ന ആ ഒരു സ്പിൻഡിലും അതിൻ്റെ മറ്റു റോളേഴ്സും ഒക്കെ ബെൽറ്റ് ട്രാൻസ്മിഷൻ വഴി അത് ജസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സൂം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡിലെ സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്യുകയാണ്. സ്ക്രൂസൊക്കെ വളരെ ചെറുതാണ്, വളരെ സേഫായിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച എങ്ങനെയാണ്? ഒരു വലിയ PCB ഉണ്ട്, ഒരു വലിയ മോട്ടറുകളുണ്ട്, പിന്നെ അത് മോട്ടർ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഫ്ലൈ വീലാണ് സെൻട്രലിൽ കാണുന്നത്. പിന്നെ അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റു ഗിയർ സിസ്റ്റങ്ങളാണ് കാണുന്നത്. പിന്നെ ബാറ്ററി ഇട്ടിട്ട് അതിൻ്റെ ഓപ്പറേഷൻ നോക്കുകയാണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ആ മോട്ടർ തിരിയുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഫ്ലൈ വീലും തിരിയുന്നുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് വയർ വെച്ച് ജമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലായിടത്തും സിംഗിൾ ലെയർ ബോർഡാണ്. ഓരോ ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ആ ബോർഡ് പുറത്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ വയേഴ്സും ജമ്പേഴ്സൊക്കെ ഞാനത് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ബോർഡ് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലെയർ ബോർഡാണ്. പഴയ കാല ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബ്യൂട്ടി കാണണമെങ്കിൽ ഇതുപോലുള്ള ബോർഡുകൾ ചെയ്ത് നോക്കിയാൽ മതി. PCB ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കമ്പോണൻസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ അടുപ്പിച്ചാണ്. കാരണം മാക്സിമം അതിൻ്റെ പോസിബിലിറ്റി കമ്പോണൻസ് നമുക്ക് പ്ലേസിങ് കാര്യങ്ങളായിട്ടുള്ള മാക്സിമം പോസിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അത് കരിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കോർണറിൽ ഒരു കരിഞ്ഞിട്ടുണ്ട്, ഒരു കമ്പോണൻ്റ് എന്തോ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു അപ്പുറത്തെ സൈഡിൽ ഡെക്ക് വരുമ്പം അവിടുത്തെ ആ ഒരു മെക്കാനിക് സിസ്റ്റത്തിലേക്ക് ഒരു കരിഞ്ഞ ഒരു പോർഷൻ അവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടേപ്പ് റെക്കോർഡറിൻ്റെ IC പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട് നോക്കാം. ടേപ്പ് റെക്കോർഡറിൻ്റെ പ്ലേ ബാക്കിങ്ങും അതുപോലെ റെക്കോർഡിങ്ങും ഹാൻഡിൽ ചെയ്യുന്ന ഈ IC ആണ്. അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഞാനൊരു ടെസ്റ്റ് ഡെക്ക്, ഇതെൻ്റെ ഒരു ടെസ്റ്റ് ഡെക്കാണ്. ആ ടെസ്റ്റ് ഡെക്കിൻ്റെ ഔട്ട് എടുത്തിട്ട് ആ ICയുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഈ IC ഒന്നും വാങ്ങിക്കാൻ എനിക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇതിനെ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് മാറ്റാനേ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ IC നന്നായി വർക്കാവുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് IC വർക്കിംഗ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ മെയിൻ IC അത് പാടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വയേഴ്സൊക്കെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പ്രവർത്തിച്ച് നോക്കാം. ശ്രമകരമായ പരിപാടിയാണ്, കാരണം ഇതൊക്കെ വളരെ മൈന്യൂട്ട് സോൾഡറിങ് ആണ്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തിരി സമയത്ത് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാനത് ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല, കട്ട് ചെയ്തിട്ട് ഓൺ ചെയ്യുന്ന അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ആ PCBയും അതുപോലെ തന്നെ നമ്മളതിൻ്റെ മറ്റേ ഡെക്ക് സിസ്റ്റം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ വർക്കാവുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഇതുപോലെ ഇഴഞ്ഞാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്.
ഓക്കെ, ഇനി തിരിച്ചതിലേക്ക് ബോർഡ് അതിലേക്ക് അസംബിൾ ചെയ്തു. അതിൻ്റെ ഓരോരോ പോർഷൻസും ഞാൻ സോൾഡർ ചെയ്തു. അത് ഞാൻ ഇവിടെ കാണിച്ചില്ല, അവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി ചില പോർഷനിൽ ഗ്ലൂ ഇടാനുണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ട്വീസർ എടുത്തിട്ട് ചില പോർഷനിലൊക്കെ ഗ്ലൂവും ഒക്കെ ഇട്ടിട്ട് അത് ഭംഗിയായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുക, അതിനെ നമ്മൾ ഭംഗിയായിട്ട് അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് അതിൻ്റെ ബാക്ക് കവറും മറ്റു കേസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് തിരിച്ച് വെക്കേണ്ടതുണ്ട്. സ്പീക്കറിൻ്റെ പോർഷൻസ് നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ബാക്ക് കവർ നമുക്കത് ഫിക്സ് ചെയ്ത് നോക്കാം. ഞാൻ തിരിച്ചതിൻ്റെ കേസും അതുപോലുള്ള സ്പീക്കർ പോർഷനും ഒക്കെ വെച്ച് അടയ്ക്കുന്ന ഭാഗങ്ങൾ ഞാൻ അല്പം സ്പീഡിൽ കാണിക്കാം കേട്ടോ, സമയക്കുറവ് മൂലം. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് എൻ്റെ സ്ക്രൂവും മൈക്രോ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ബാറ്ററി ഇട്ടിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, നമ്മളപ്പോൾ റീസ്റ്റോറേഷനൊക്കെ പൂർത്തീകരിച്ച് നമ്മളതിൻ്റെ സിസ്റ്റം വർക്ക് ആവുന്നുണ്ടോ നോക്കുകയാണ്. ഞാനൊരു സോങ് റെക്കോർഡ് ചെയ്തിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ് നമ്മളപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിംഗ് ഫംഗ്ഷനും അതുപോലെ പ്ലേ ബാക്ക് ഫംഗ്ഷനും ഒക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ നമ്മുടെ സിസ്റ്റം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ രജിസ്ട്രേഷൻ വീഡിയോ. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.